ശ്രുതിയുടെ യഥാർത്ഥ അമ്മ ആരും അറിയാതെ താലി മാറ്റിക്കെട്ടൽ ചടങ്ങ് മറഞ്ഞു നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഹാളിലോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ വിവരം ശ്രുതിക്ക് പോലും അറിയില്ല. എന്നാൽ ശ്രുതിയുടെ നിർഭാഗ്യവശാല് അമ്മയെ സച്ചി പിടിക്കുകയാണ്. അതായത് സച്ചിക്ക് പെട്ടെന്ന് ഒരു ഫോൺ വരുന്നുണ്ട്. ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സച്ചി പുറത്തോട്ട് പോവാണ്. ആ സമയത്താണ് ഈ ശ്രുതിയുടെ അമ്മ ആരും കാണാതെ മറഞ്ഞു നിന്നുകൊണ്ട് മകളുടെ താലി മാറ്റിക്കെട്ടൽ ചടങ്ങ് കാണുന്നത്. എന്നാൽ ഇത് കണ്ടിട്ട് പരിചയമുള്ള അമ്മയല്ലേ, അതുകൊണ്ട് തന്നെ സച്ചി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. സച്ചിക്ക് ആകെപ്പാടെ സംശയം തോന്നാണ് കേട്ടോ. എന്തായാലും ചന്ദ്രമതി സച്ചിയെ വാച്ച് ചെയ്തുകൊണ്ട് നടക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ സച്ചി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്ന് അറിയാൻ വേണ്ടി സച്ചിയുടെ പിന്നാലെ വരുമ്പോഴാണ് ഇതേ ഇവരെ കാണുന്നത്. എന്നാൽ ശ്രുതിയുടെ അമ്മയെ കണ്ടപ്പോ തന്നെ ചന്ദ്രമതി ദേഷ്യപ്പെടാണ്. ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നതെന്നൊക്കെ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അത് അവിടെ വെച്ച് വലിയ വിഷയമാക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. ഏതായാലും ശ്രുതിക്ക് തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ്. കാരണം സച്ചിയെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ശ്രുതിയുടെ അമ്മയും അച്ഛനും മലേഷ്യയിലേക്ക് തിരിച്ചു പോയെന്ന് പറയിപ്പിക്കാൻ നിൽക്കുമായിരുന്നല്ലോ ശ്രുതി. എന്തായാലും അത് ശ്രുതിക്ക് തിരിച്ചു കൊത്തി. ഗത്യന്തരമില്ലാതെ ശ്രുതിക്ക് അവിടെ പലതും വിളിച്ചു പറയേണ്ടി വരുന്നുണ്ട്. ആ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇത്. അപ്പോ എപ്പിസോഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യും. ചടങ്ങ് തുടങ്ങാൻ ഏകദേശം സമയമായിട്ടോ. ഒരു ഭാഗത്ത് വർഷയുടെ അമ്മയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഞാൻ ഏൽപ്പിച്ച ആളെ എവിടെ പോയി? സച്ചിയുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാന്ന് എനിക്ക് വാക്ക് തന്നതാണ്. പൈസയും വാങ്ങി അയാൾ ഇത് എവിടെ പോയി? ഇനി സച്ചി പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയാ ഇവിടെ ഉണ്ടാവാൻ പോവുക? സമയം ഏകദേശം അടുത്തു തുടങ്ങിയിട്ടോ. ആ സമയത്ത് ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ശ്രുതി, നിന്റെ അച്ഛനും അമ്മയും എവിടെ? സമയം ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ദേ, നിന്റെ അച്ഛനും അമ്മയും എല്ലാരും കാത്തു നിൽക്കുക. അവരും കൂടി എത്തിയിട്ട് ചടങ്ങ് തുടങ്ങാന്ന് കരുതി നിൽക്കുവല്ലേ? അത് പിന്നെ ആന്റി, ഞാനിപ്പോ അച്ഛനും അമ്മയ്ക്ക് വിളിച്ചു, അവർ ഫോൺ എടുക്കുന്നില്ല. അതെന്താ ശ്രുതി? ഇനി നിന്റെ രണ്ടാനമ്മ വല്ല പ്രശ്നം ഉണ്ടാക്കി നിന്റെ അച്ഛനെ തിരികെ കൊണ്ടുപോയി കാണുമോ? ഏയ്, അങ്ങനെ വരാൻ സാധ്യതയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ആ സമയത്ത് വർഷയുടെ അമ്മ വരുന്നുണ്ട്. ശ്രുതി, നിന്റെ അച്ഛനും അമ്മ എവിടെ? മലേഷ്യയിൽ നിന്ന് എപ്പോഴാ അവര് പുറപ്പെട്ടത്? അത് പിന്നെ ആന്റി, ചിലപ്പോ അച്ഛനും അമ്മയും ലേറ്റ് ആവും മതിയാകും. അതുകൊണ്ട് അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു ഫംഗ്ഷൻ നടത്താൻ അച്ഛനും അമ്മയും ലേറ്റ് ആയിട്ടാണെങ്കിൽ എത്തിക്കോളാന്ന്. അച്ഛനും ഒരു ചെറിയ ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും അവിടെ നിന്ന് ഇറങ്ങിയത്. അയ്യോ മോളെ, മലേഷ്യയിൽ നിന്ന് അവര് വരുന്നത് മോളുടെ ചടങ്ങ് കാണാനാ. അങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ അവര് വരുന്നതിന് മുമ്പ് നടത്തുന്നത് അത്ര ശരിയുള്ള കാര്യമാണോ? എന്തോ എനിക്ക് അതിനോട് യോജിപ്പ് തോന്നുന്നില്ല. കാരണം വർഷയുടെ അമ്മയ്ക്ക് കാര്യം നീണ്ടുപോയാലാണ് സച്ചി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വർഷയുടെ അമ്മയ്ക്കും സമയം വേണം. അതുകൊണ്ട് ഇത് നീട്ടിപ്പോവട്ടെ എന്നാണ് വർഷയുടെ അമ്മ കരുതുന്നത്. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, വർഷയുടെ അമ്മ പറഞ്ഞത് ശരിയാണ്. മലേഷ്യയിൽ നിന്ന് അവര് വരുന്നത് സുധിയുടെ നിന്റെ ചടങ്ങ് കാണാൻ വേണ്ടിയിട്ടാ. അപ്പൊ പിന്നെ നമ്മൾ അവരെ കൂട്ടാതെ ചടങ്ങ് കഴിക്കുന്നത് ശരിയല്ലല്ലോ. എന്തായാലും നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ശരി ആന്റി. പിന്നെ ശ്രുതി, വർഷയുടെ അമ്മ പറഞ്ഞത് കേട്ടല്ലോ, നിന്റെ അച്ഛനും അമ്മയാണ് ഈ കണ്ട ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. ഇനി അവരെങ്ങാനും വരാതിരുന്നാലുണ്ടല്ലോ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ട് പോവും. പിന്നെ എന്താ ഞാൻ അവരോടൊക്കെ പറയേണ്ടത്? രണ്ടാനമ്മയ്ക്കും വേണ്ടി മകളെ സ്നേഹിക്കാത്ത അച്ഛനാണെന്നോ? എന്താ ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് വിഷമാവുന്നു. അയ്യോ, ആന്റിയുടെ ദണ്ണം കൊണ്ട് പറഞ്ഞു പോയതാ മോളെ. മോൾ എന്നോട് ക്ഷമിക്ക്. ദേ, വർഷയും ശ്രീകാന്ത് ഇരിക്കുന്ന കണ്ടില്ലേ? നീ ശ്രുതിയുടെ അടുത്ത് ചെന്ന് ഇരിക്കി. ചെല്ല്. ഇതും പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിയെ പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി രേവതിയോട് പറയുന്നുണ്ട്, രേവതി, ചടങ്ങ് 1:30 പറഞ്ഞത്, ഇപ്പൊ സമയം 2 മണിയായി. ഇതെന്താ നടക്കാത്തത്? അതാ ഞാൻ നോക്കുന്നത്. പിന്നെ സച്ചേട്ടാ, ശ്രുതിയുടെ അച്ഛനും അമ്മയും വരാന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ. ഈ പറഞ്ഞ അച്ഛനും അമ്മയും പൗഡറേറ്റത്തേക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇനിയിപ്പൊ വന്നാലും അവർ അടിമുടിയൊന്നും നിരീക്ഷിക്കണം. കാരണം വല്ല വാടകയ്ക്ക് എടുത്തുകൊണ്ട് എന്റെ അച്ഛനും അമ്മയാണെന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെ സച്ചിയേട്ടി പറയുന്നത്? എന്തിനാ ശ്രുതി വാടകയ്ക്ക് അച്ഛനും അമ്മയും എടുത്തോണ്ട് വരുന്നത്? നിനക്കൊന്നും അത് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. ദേ, ഇവരുടെയൊക്കെ പിന്നിലുണ്ടല്ലോ വലിയ എന്തോ ചതി ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് ഈ ശ്രുതിയുടെ പിന്നില്. അതൊക്കെ എന്തായാലും തകർന്നടിയുന്ന ഒരു ദിവസം വരും. അന്ന് എന്റെ അമ്മ നിന്നെ മനസ്സിലാക്കും, നീയാണ് ശരിക്കുള്ള മരുമകളെന്ന്. അതിപ്പോ നടന്നേനെ. ഭൂമി തല കിഴാക്കി മറിച്ചാലും നിങ്ങളുടെ അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യത്തിന് ഒരു കുറവ് പോലും ഉണ്ടാവില്ല. നീ നോക്കിക്കോ രേവതി, അമ്മയ്ക്ക് മാറ്റം വരുമോന്നുള്ളത് കണ്ടറിയാം. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ശ്രുതിയുടെ അമ്മയാണ് കേട്ടോ. ശ്രുതിയുടെ അമ്മ ഒരു ഓട്ടോ വന്ന് ഇറങ്ങുന്നുണ്ട്. താലിമാറ്റിക്കെട്ടൽ ചടങ്ങ് ഈ ഓഡിറ്റോറിയത്തിലാണെന്നല്ലേ പറഞ്ഞത്? പുറമേ ഒന്നും ആരെയും കാണാനില്ലല്ലോ. എന്നാൽ ശ്രുതിയുടെ അമ്മ അവിടെ ഇരിക്കുന്ന വാച്ച്മാന്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്, അതെ, ഇവിടെ എന്തെങ്കിലും ചടങ്ങ് നടക്കുന്നുണ്ടോ? അകത്തൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. എന്താ? അല്ല, ചോദിച്ചതാ. എന്തിനാ വെറുതെ ചോദിക്കുന്നത്? അല്ല, എനിക്ക് അറിയാവുന്ന ഒരാളാ എന്നെ ഈ ഫംഗ്ഷന് ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളെയോ? ദേ, ഇവിടേക്ക് വരുന്നവരൊക്കെ കാറിലാ വരുന്നത്, VIP-കള്. നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കില്ല ചിലപ്പോ ഫംഗ്ഷൻ. ഓഡിറ്റോറിയം മാറിയതായിരിക്കും. ചിലപ്പോഴേ ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ ഒരു ക്ഷേത്രമുണ്ട്, അതിനോടടുത്തൊരു ചെറിയ ഓഡിറ്റോറിയം ഉണ്ട്. മിക്കവാറും അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഫംഗ്ഷൻ. അല്ല, എനിക്ക് ഈ ഓഡിറ്റോറിയത്തിൽ തന്നെയാ. നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കില്ല. നിങ്ങളുടെ ആരുണ്ടാവാനും ഇവിടെ? അല്ല, നിങ്ങൾ ഇങ്ങോട്ട് പാത്രം കഴുകാൻ വല്ലതും വിളിച്ചതാണോ? അല്ല, ഞാൻ ഇവിടുത്തെ ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടി വന്നതാ.
നിങ്ങളോടല്ലേ പറഞ്ഞത് ഇത് VIPs മാത്രം പങ്കെടുക്കുന്ന ഫംഗ്ഷൻ ആണെന്ന്. പിന്നെ നിങ്ങളെ പോലുള്ള ഒരു സ്ത്രീയെ ഞാൻ എങ്ങനെ അകത്തേക്ക് കയറ്റും? അങ്ങനെ കയറ്റിയാലേ എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെടും. ഒന്ന് പോവാ നോക്കിയേ. ആ സമയത്ത് ഒരു പയ്യൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അയാള് വരുന്ന കണ്ടപ്പോ തന്നെ ഈ വാച്ച്മാൻ പറയുന്നുണ്ട്, മോനെ ഒന്ന് വന്നേ. എന്താ അങ്കിൾ? അതെ, ഈ സ്ത്രീക്ക് അകത്തോട്ട് കയറണമെന്ന്. ഇവരെ ഈ ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടത്രേ. ഇവരെയോ? അതെ, ഇവരെ തന്നെ. ഓ, ചിലപ്പോ പറയാൻ പറ്റില്ല. ശ്രീകാന്തിന്റെ ഏട്ടന്റെ ബന്ധുക്കൾ വല്ലതായിരിക്കും. ആണോ? ശ്രീകാന്തിന്റെ രണ്ടാമത്തെ ഏട്ടൻ ഒരു പൂക്കാരി പെണ്ണിന് വിവാഹം കഴിച്ചെന്നറിഞ്ഞു. അവരുടെ റിലേറ്റീവ്സ് വല്ലതും ആണോ? എന്നാ അകത്ത് കയറി പറ്റാൻ വേണ്ടിട്ട് ഇവർ കള്ളം പറയുന്നുണ്ട് കേട്ടോ. അതെ. എങ്കിൽ പിന്നെ ഇവരകത്തേക്ക് കയറ്റി വിട്ടോളൂ. ഓ ശരി മോനെ. പിന്നെ ആളറിയാതെ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ശ്രുതിയുടെ അമ്മ അകത്തോട്ട് കയറുകയാണ്. കയറിയിട്ട് അവർ ഉള്ളിലോട്ട് കയറുന്നില്ല കേട്ടോ. അവര് പുറത്ത് നിന്നിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ നോക്കുകയാണ്. ശ്രുതി അണിഞ്ഞൊരുങ്ങിയതും തൊട്ടപ്പുറത്ത് ശ്രുതി ഇരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് സന്തോഷിക്കാണ് ശ്രുതിയുടെ അമ്മ. ഞാൻ മോൾക്ക് പണം കൊടുത്ത് പോയിരുന്നെങ്കിൽ മോളുടെ ഈ ചടങ്ങൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. അല്ല, ഇവരുടെ താലി മാറ്റിക്കെട്ടൽ ചടങ്ങ് നടന്നിട്ടില്ലേ? എന്തായാലും ഇവിടെ നിന്നത് കാണാം. അത് കഴിഞ്ഞ ശേഷം ഇവിടെ നിന്ന് പെട്ടെന്ന് പോവാം. അങ്ങനെയൊക്കെ തീരുമാനിക്കാണ് ശ്രുതിയുടെ അമ്മ. പിന്നെ കാണിക്കുന്നത് സ്റ്റേജിലാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, അമ്മേ ഞാനിപ്പോ അച്ഛനെ വിളിച്ചിരുന്നു. അച്ഛൻ ഫോൺ എടുത്തു. അപ്പോ അച്ഛൻ പറഞ്ഞത് കുറച്ച് ലേറ്റ് ആകുമെന്നാ. ഫംഗ്ഷൻ നമ്മളോട് നടത്തിക്കോളാൻ പറഞ്ഞു. എന്നാലും എന്റെ ശ്രുതി, നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ ലേറ്റ് ആവേണ്ട ആവശ്യം എന്തായിരുന്നു? അവരോട് 2-3 ദിവസമായില്ലേ ഈ ഫംഗ്ഷന്റെ കാര്യം വിളിച്ചു പറഞ്ഞിട്ട്. ഇന്ന് ലേറ്റ് ആയത് വളരെ മോശമായി പോയി. അത് പിന്നെ എന്ത് ചെയ്യാൻ ആന്റി, ബിസിനസ് മീറ്റിംഗ് അല്ലേ അച്ഛന്? എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പൊ ചടങ്ങ് നടക്കാം. മഹിമേ, ചടങ്ങ് എന്തായാലും നടത്താം. ഇവളുടെ അച്ഛനും അമ്മയും വരാൻ ലേറ്റ് ആവും. അയ്യോ, ഇനിയും ലേറ്റ് ആവോ? ഇനി ഇങ്ങനെ സമയം നീട്ടിക്കൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ല. എന്നാ പിന്നെ ചടങ്ങ് നടത്താം. ഇതൊക്കെ മനസ്സോടെയാണ് മഹിമ പറയുന്നത്. കാരണം മഹിമ വിചാരിച്ച പോലെയൊന്നും കാര്യം നടക്കുന്നില്ല കേട്ടോ. അതായത് സച്ചിയുടെ കാലിന് ചവിട്ടിയിട്ട് ഒരാൾ അവിടെ കിടന്ന് കുറെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സച്ചി അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാണ്. അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സച്ചി ശ്രമിക്കുന്നതേ ഇല്ല. മഹിമ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാതെ പോവാണ്. ശ്രുതിയാണെന്നുണ്ടെങ്കിലോ മീരയോട് പറഞ്ഞയക്കാൻ പറഞ്ഞ ആളെ അവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. മീരാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല കേട്ടോ. ആ സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, ആരാ സച്ചിയേട്ടാ? ആരാണാവോ? ഇതും പറഞ്ഞ് സച്ചി ഫോൺ എടുക്കുമ്പോ ഒരു നമ്പറാണ് കേട്ടോ. ഏതോ നമ്പറാണ്. രേവതി, ഞാൻ പുറത്ത് പോയി സംസാരിച്ചിട്ട് വരാം. ഇവിടെ നല്ല പാട്ടിന്റെ ശബ്ദമാ. ശരി സച്ചിയേട്ടാ. അങ്ങനെ സച്ചി ഫോണുമായിട്ട് പുറത്തോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പുറത്തെത്തിയ പാടത്തന്നെ സച്ചി ആ ഫോണ് തിരിച്ചു വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നതന്നെ നേരെ ആരാ കാണുന്നത്? ശ്രുതിയുടെ അമ്മയാണ് കേട്ടോ. ശ്രുതിയുടെ അമ്മയാണെങ്കിൽ ആരും കാണാതെ മറഞ്ഞു എന്നിട്ട് ഈ പരിപാടിയൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് കണ്ടിട്ട് ആകെ ഷോക്കായി പോവാണ് സച്ചി. ഇത് വിമലമ്മയല്ലേ? വിമലമ്മ എന്താ ഇവിടെ? ഇവരെന്താ അകത്തോട്ട് ഒളിഞ്ഞു നോക്കുന്നത്? എന്നാൽ സച്ചി ഇത് ചിന്തിച്ചോണ്ടിരിക്കുമ്പോ ചന്ദ്രമതിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ഈ സച്ചി ഇത് എങ്ങോട്ടാ പോയത്? ഇവനിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അയ്യോ, അവൻ എവിടെ? ഇതും പറഞ്ഞ് ആദ്യം പിടിച്ച് ചന്ദ്രമതി സച്ചിയുടെ പിന്നിലോട്ട് വരികയാണ് കേട്ടോ. സച്ചി ആണെങ്കിൽ പതുക്കെ പോയിട്ട് വിമലമ്മയെ വിളിക്കുന്നുണ്ട്. വിമലമ്മ. എന്നാ വിമലമ്മ എന്നുള്ള വിളി കേട്ടിട്ട് ആകെ പേടിച്ചുകൊണ്ടാണ് വിമലമ്മ തിരിഞ്ഞു നോക്കുന്നത്. അല്ല, വിമലമ്മ എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ. വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതോ? അതെ, ഇത് ഹോളാണല്ലോ. ഇവിടുന്ന് കുറച്ച് വെള്ളം കുടിക്കാന്ന് കരുതി വന്നതാ. ആ സമയത്ത് സെക്യൂരിറ്റി നോക്കാണ് സച്ചി. എങ്ങനെയുള്ളവരൊന്നും അത്ര പെട്ടെന്ന് സെക്യൂരിറ്റി അകത്തേക്ക് കയറ്റി വിടില്ലെന്ന് സച്ചിക്ക് മനസ്സിലാവാണ്. അല്ല, ഇവിടെ നിന്നെന്താ അകത്തോട്ട് നോക്കുന്നത്? അത് പിന്നെ മോനെ, വിമലമ്മ ഇവിടെ വെള്ളം കുടിക്കാൻ വന്നപ്പോഴേ ആ ചടങ്ങ് കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി. എനിക്ക് എന്റെ മോളെപ്പോലെ തോന്നി ആ കുട്ടിയെ കണ്ടപ്പോ. അങ്ങനെ ഞാൻ നോക്കി നിന്ന് പോയതാ. ഇതൊക്കെ കൂട്ടി വായിച്ചപ്പോ സച്ചിക്ക് എന്തൊക്കെയോ സംശയമൊക്കെ തോന്നുകയാണ് കേട്ടോ. എന്നാലും എന്തിനാ ഇവർ ഇങ്ങോട്ട് വന്നത്? ഇവരെന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ഇവര് പറയാൻ എന്തൊക്കെയോ പ്രയാസപ്പെടുന്നുണ്ട്. ഇതൊക്കെ സച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ. ആ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവന് ഇവിടെ ഉണ്ടായിരുന്നോ? മനുഷ്യനാകെ തീ തിരിച്ചു. ഇവളെന്താ ഇവിടെ? ഇവള് വീണ്ടും ഇവിടെയും വന്നോ? സച്ചി. അമ്മയോ? ചടങ്ങ് നടക്കാറായി. നീ എന്താ ഇവിടെ വന്നിക്കുന്നത്? എനിക്കൊരു കോള് വന്നു. അത് തിരിച്ചു വിളിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാ. അല്ല, നിനക്ക് ഇവരുമായിട്ട് എന്തെങ്കിലും ഏർപ്പാടുണ്ടോ? എനിക്കെന്താ ഏർപ്പാട്? ഞാൻ ഇവരെ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടതാ. അല്ല, നീ എന്തിനാടി എന്റെ വീട്ടിലെ ഫംഗ്ഷനും എന്റെ മക്കളുടെ ഫംഗ്ഷനും ഒക്കെ ഇങ്ങനെ പിന്നാലെ കൂടിയിരിക്കുന്നത്? നിനക്ക് എന്താ പ്രശ്നം? ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ. ഓ, വെള്ളം കുടിക്കാൻ വേണ്ടി വന്നത്. നീ എന്നിട്ട് വെള്ളം കുടിച്ചോടി? അമ്മേ, ഇവരോട് കുറച്ച് മാന്യമായിട്ട് സംസാരിക്കമ്മേ. സച്ചി, നീ മിണ്ടണ്ട. ഇവളോട് എനിക്ക് ചോദിക്കണം. കാരണം എന്റെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഇവളുടെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ. എന്താണെന്ന് എനിക്ക് അറിയണം. ഇന്നത്തോടു കൂടി എനിക്കത് അറിഞ്ഞേ പറ്റൂ. അത് പിന്നെ ശ്രുതിയുടെ അമ്മയെന്നുള്ള വിളി കേട്ടപ്പോ തന്നെ സച്ചിക്ക് കൂടുതൽ സംശയങ്ങൾ കൂടുകയാണ് കേട്ടോ. ഈ ശ്രുതി ഇവരുടെ മകളാണെന്നുള്ളതൊക്കെ സച്ചിക്ക് നല്ല സംശയം വരികയാണ്. ശ്രുതിയുടെ അമ്മയൊക്കെ തന്നെയാണ്. പക്ഷെ നീ ആരാണ്?
നിനക്കെങ്ങനെ ഞങ്ങളെ കുറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാം? ആരെ കാണാനാ നീ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വരുന്നത്? പറ. അല്ലെങ്കിൽ നിന്നെ ഇങ്ങോട്ടേക്ക് ആരാ കയറ്റിയത്? അതിനൊക്കെ ആ സെക്യൂരിറ്റി പറയണം. എടോ സെക്യൂരിറ്റി. എന്താ മേഡം? തന്നോട് ആരോടോ ഇതുപോലത്തെ വലിയ കയറി വരുന്നവരെയൊക്കെ അകത്തോട്ട് കയറ്റാൻ പറയുന്നത്? അയ്യോ അത് പിന്നെ മാഡം, ഇവിടുത്തെ ഏതോ ഒരു മരുമകളുടെ ബന്ധുവാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ കയറ്റിയത്. ഏത് മരുമകളുടെ ബന്ധു? അതൊന്നും എനിക്കറിയില്ല. ഇവര് തന്നെയാ പറഞ്ഞത് ഇവിടുത്തെ ഏതോ ഒരു മരുമകളുടെ ബന്ധുവാണെന്ന്. ആരാന്ന് ഇവരോട് തന്നെ ചോദിച്ചു നോക്ക്. ആരാടി? എന്റെ ഏത് മരുമകളുടെ ബന്ധുവാ നീ? പറഞ്ഞോ, ഇല്ലെങ്കിൽ ഈ ചന്ദ്രമതിയുടെ കൈയുടെ ചൂട് നീ അറിയും. അമ്മേ, ഇവരമ്മ എന്തെങ്കിലും ചെയ്തോ? ഇവരിത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയതാ. സച്ചി, നിന്നോട് ഞാൻ മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. ഇവരെന്തിനാ നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഇങ്ങനെ അട്ട പറ്റിയ പോലെ നടക്കുന്നതെന്ന് കാര്യം പറഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് മര്യാദയ്ക്ക് പോവാം. ഇല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. പറ. എന്നാ അവിടെ ഒരു പ്രശ്നം നടക്കുന്ന കാര്യം സച്ചി അതിലുണ്ടെന്നുള്ള കാര്യമൊക്കെ അവിടെ സ്റ്റേജിൽ അറിയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നല്ല സന്തോഷാവാണ് ആർക്ക്? വർഷയുടെ അമ്മ മഹിമയ്ക്ക്. എന്നാ ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ ശ്രുതിക്ക് സന്തോഷാവുന്നുണ്ട് കേട്ടോ. ഓ, സച്ചി അവസാനം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി. ഇനി അച്ഛനും അമ്മയും വരുന്നില്ലെന്ന് പറഞ്ഞ കാര്യമൊക്കെ നേരെ ആന്റിയോട് പറയാം. ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ. ഇതും പറഞ്ഞ് നേരെ ശ്രുതിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എല്ലാരും അങ്ങോട്ട് വരികയാണ് എന്താ അവിടെ പ്രശ്നം നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ശ്രുതിയൊക്കെ തന്നെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ശ്രുതി അങ്ങനെ നേരെ കാണുന്നത് സ്വന്തം അമ്മയിട്ട് പൊരിക്കുന്നതാണ് കേട്ടോ ചന്ദ്രമതി. എന്താടി നീ സത്യം പറയില്ലേ? ഇതും പറഞ്ഞ് ചന്ദ്രമതി അവരെ പിടിച്ച് അവരുടെ കാരണം നോക്കി പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവര് പ്രായമായ ഒരു സ്ത്രീയാണ്. എന്തിനാ നിങ്ങൾ ഇവരെ തല്ലുന്നത്? എന്താ കാര്യം എന്ന് പറ. നിനക്കറിയില്ലേ കാര്യം എന്താണെന്ന്? ഇവരെന്തിനാ എപ്പോഴും നമ്മളെ പിന്നിൽ നടക്കുന്നത്? അതാണ് എനിക്ക് അറിയേണ്ടത്. മാർദിക സച്ചി, ഇതൊന്നും ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്. ഞാൻ ചോദിച്ചോളാം. എന്താ ആന്റി പ്രശ്നം? എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ നിങ്ങൾ അവിടെയൊക്കെ കാണാലോ. എന്താ നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുള്ള ആളുകളുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. ഒന്നുമില്ല മോനെ, ഞാൻ പറഞ്ഞില്ലേ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ്. എന്നാ ഇതൊക്കെ കണ്ടിട്ട് ആകെ ശ്രുതിയുടെ തൊലി ഉരിഞ്ഞു പോവാണ് കേട്ടോ. എടി, നീ വീണ്ടും കള്ളം പറയുന്നോ? ഈ വാച്ച്മാൻ പറഞ്ഞല്ലോ നീ ഏതോ ഒരു മരുമകളുടെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറി പറ്റിയതെന്ന്. എന്നാ ഇത് കേട്ടിട്ട് ശ്രുതി ആകെ അങ്ങ് ഷോക്കായി പോവാട്ടോ. ആകെ ഞെട്ടി ധരിക്കാണ് കേട്ടോ. കള്ളം പറയുന്നോടി അപ്പൊ നീ. ഇത് പറഞ്ഞ് വീണ്ടും ചന്ദ്രമതി ഒന്ന് കൊടുക്കാൻ കേട്ടോ. അപ്പൊ രേവതി വന്ന് പിടിച്ചു നിർത്തുന്നുണ്ട്. എന്തിനാ അമ്മ അവരെ തല്ലുന്നത്? ഇവർക്കൊട്ടും വയ്യാത്തൊരു സ്ത്രീയാണ്. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവളെ അറിയാലേ? ഇവക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടിക്കോട്ടെന്ന് കരുതി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ് നിങ്ങൾ രണ്ടുപേരും കൂടി. ദേ അമ്മേ, അനാവശ്യം പറയരുത്. വിമലമ്മയെ നമ്മൾ കണ്ടിട്ട് പോലും കുറെ നാളായി. വിമലമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പറയടി. നീ പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. അപ്പൊ മഹിമ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ചന്ദ്ര പ്രശ്നം? ഈ സച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഏയ്, സച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ഈ പ്രശ്നം ദേ ഇവളാ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാരാ? നിങ്ങൾ ആരാ? ഇവിടുത്തെ കുക്കിംഗ് വല്ലത് ചെയ്യുന്ന ആളാണോ? അല്ല, ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാ. ദേ, നീ വീണ്ടും കള്ളം പറയണ്ട. ചന്ദ്രമതിയുടെ കള്ളം പറയുന്നത് ഓർത്തു. ചന്ദ്രമതി, ഇതൊക്കെ നിന്നെ നോക്കി നിൽക്കുന്നത്? നേരെ പോലീസിനെ വിളിച്ച് ഇവരെ കൈയോടെ ഏൽപ്പിക്കാ വേണ്ടത് എന്ന് മഹിമയും മഹിമയുടെ ഭർത്താവും പറയുന്നുണ്ടോ. ആ സമയത്ത് രവിയേട്ടൻ പറയുന്നുണ്ട്, ചന്ദ്രേ നിൽക്ക്, ഇവരോട് കാര്യങ്ങൾ ചോദിച്ചാദ്യം മനസ്സിലാക്കാം, അതിനുശേഷമുള്ള ബാക്കി കാര്യങ്ങളൊക്കെ. ആദ്യം ചടങ്ങ് നന്നായിട്ട് നടക്കട്ടെ, ഇവരകത്തോട്ട് ഇരുത്താം. അങ്ങനെ ഒരുവിധമൊക്കെ പറഞ്ഞ് മയപ്പെടുത്തിയിട്ട് ചന്ദ്രമതി അവിടുന്ന് കൊണ്ടുപോവാണ് കേട്ടോ. സച്ചിയും രേവതിയും വിമലമ്മയെ ഒരു സീറ്റിൽ കൊണ്ട് ഇരുത്തുന്നുണ്ട്. എന്നിട്ട് അവര് ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, ഞാൻ പെട്ടെന്ന് വരാം ആന്റി. പെട്ടെന്ന് പോയിട്ട് വാ ശ്രുതി. ഇതും പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞേക്കാട്ടോ. ശ്രുതി അങ്ങനെ പിന്നിലൂടെ വന്നിട്ട് അവിടെ ഇരിക്കുന്ന അമ്മയെ വലിച്ചോണ്ട് പോകുന്നുണ്ട്. അമ്മേ, ഒന്നിങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാ ഇതൊക്കെ സച്ചി നല്ല കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് അമ്മയെ വലിച്ചു പിടിച്ചോണ്ട് ബാത്റൂമിന്റെ സൈഡിലോട്ട് ചെല്ലാണ്. അമ്മേ, എന്ത് പണി അമ്മ കാണിച്ചത്? എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നത്? എന്റെ ജീവിതം തൊളിക്കാനായിട്ട് അമ്മ ഇറങ്ങിയേക്കുവാണോ? മോളുടെ ചടങ്ങ് കാണാൻ അമ്മയ്ക്ക് വല്ലാത്ത കൊതി തോന്നി, അതുകൊണ്ട് അമ്മ വന്നത്. ദേ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിന്റെ 7 അകലത്തോട്ട് വരരുതെന്ന്? പണം തരാൻ നിങ്ങളെ വിളിച്ചത് എന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടാ. അത് തന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റായിരുന്നു. ഇപ്പൊ ഇനി എന്താ ഉണ്ടാവാൻ പോകുന്ന അറിയില്ല. നിങ്ങൾ എന്ത് നുണ പറഞ്ഞൊപ്പിക്കാനാ? ദേ, ഇതിലൂടെ പിന്നാമ്പുറത്തോടെ ഒരു വഴിയുണ്ട്, അതിലൂടെ പൊയ്ക്കോളണം. ഇനി മേലിൽ എന്റെ കൺമുമ്പിൽ കണ്ടുപോവരുത്. ഇനി എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഒരറ്റം കൂട്ടിമുട്ടിക്കാൻ നോക്കുമ്പോ അമ്മയൊക്കെ ഇത് വലിയ പ്രശ്നമാക്കുവാണല്ലോ. പോവാൻ നോക്ക്. ഈ സമയത്ത് സച്ചി ഇതൊക്കെ കേട്ട് നിൽക്കാട്ടോ. സച്ചി അങ്ങനെ ക്ലാപ്പ് അടിക്കുന്നുണ്ട്. കൊള്ളാം, അമ്മയും മോളുടെയും നാടകം കൊള്ളാം. അപ്പോ വിമലമ്മയുടെ സ്വന്തം മകളാണ് ഈ നിൽക്കുന്ന ശ്രുതി, എന്റെ പൗഡറേറ്റത്തി അല്ലേ? അയ്യോ, പിന്നെ വിമലമ്മ ഇവിടെ വന്നതില്ലേ വിമലമ്മയെ തെറ്റ് പറയാൻ പറ്റുമോ? പൗഡറേറ്റത്തി, പൗഡറേറ്റത്തിയുടെ സ്വന്തം അമ്മ പൗഡറേറ്റത്തിയെ കാണാൻ വന്നതല്ലേ? പൗഡറേറ്റത്തിയുടെ താലി മാറ്റിക്കെട്ടൽ ചടങ്ങ് കാണാൻ വന്നതിന് സ്വന്തം അമ്മയെ ഇവിടുന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ഏതായാലും പൗഡറേറ്റത്തി പറഞ്ഞ വാക്ക് പാലിച്ചു. പൗഡറേറ്റത്തിയുടെ അമ്മയെങ്കിലും ഈ ഫംഗ്ഷന് കാണാൻ വന്നല്ലോ. നാണം ഇല്ലല്ലോ നിങ്ങൾക്ക്? സ്വന്തം അമ്മ ജീവിച്ചിരിപ്പുണ്ടായിട്ട് അമ്മ മരിച്ചു പോയെന്നൊക്കെ ഉള്ള കള്ളം പറയാൻ.
അത് പിന്നെ സച്ചി, അപ്പോഴാണ് പിന്നീന്ന് ആരോ വരുന്ന ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അപ്പൊ തന്നെ സച്ചി ആണെങ്കിൽ വിമലമ്മയുടെ കൈ പിടിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റാണ്. എന്താ ശ്രുതി, നീ ബാത്റൂമിലേക്ക് പറഞ്ഞു പോയിട്ട് ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഇങ്ങനെ പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഞാൻ വരുന്നു ആന്റി, പെട്ടെന്ന് വരാൻ നോക്ക്. അങ്ങനെ വിമലമ്മയെ സച്ചി പുറത്തോട്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അകത്തോട്ട് വരുന്നുണ്ട്. പൗഡറെടുത്തി, നിങ്ങൾ ആർക്കും വേണ്ടി ഇങ്ങനെയൊക്കെ നാടകം കളിക്കുന്നത്, എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? ആ പാർലർ നിങ്ങളുടെ പേരിലല്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആ കടം വീട്ടിയത് ആ പാർലർ വിറ്റുകൊണ്ടായിരുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങൾ സകല കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്താ ഇതിന്റെ സത്യം എന്നുള്ളത് എനിക്ക് തിരിച്ചറിഞ്ഞേ പറ്റൂ. എന്റെ വീട്ടുകാരെ അങ്ങനെ നിങ്ങൾ വിഡ്ഢികളാക്കാന്ന് കരുതണ്ട. സച്ചി, അത് പിന്നെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. തെറ്റ് പറ്റിയതൊക്കെ പിന്നീട് ഏറ്റു പറയാം. ഇപ്പൊ ആ ചടങ്ങ് തുടങ്ങാറായി. എന്തായാലും സച്ചി ഒരു വരവും കൂടി വരുന്നുണ്ട്. ആ സമയത്ത് സത്യം പോലെ പറഞ്ഞിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സച്ചിയുടെ തനി സ്വരൂപം പൗഡറെടുത്തേക്ക് കാണേണ്ടി വരും. എന്നാ പിന്നെ ചെല്ല്. ഓക്കെ, ഇന്നലെ കിടലൻ ടെസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.